ഹലോ അങ്ങനെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ കണ്ടു കേട്ടോ. ഒരു സൈക്കോളജിക്കൽ ഡ്രാമ എന്ന് പറയാം. പോൾ തോമസ് പീറ്റർസൺ ആണ് എഴുതി സംവിധാനം ചെയ്തത്. പോൾ തോമസ് പീറ്റർസന്റെ ഏകദേശം എല്ലാ പടങ്ങളും നിങ്ങൾ കാണുവാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഡ്രാമയായിരിക്കും. ദെയർ വിൽ ബി ബ്ലഡ് എന്ന് പറഞ്ഞൊരു പടം നിങ്ങൾ കണ്ടു നോക്കുക. അടിപൊളിയായിരുന്നു ആ പടം. എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് പോളിന്റെ. ഈ പടത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഒരു നല്ലൊരു അടിപൊളി പടമാണ്, പക്ഷെ സ്ലോ മൂവിംഗ് ആണ്. പിന്നെ ഇന്റൻസ് പെർഫോമൻസ് ആണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പടം ഞാൻ മെയിനായിട്ട് കാണാൻ പോയത് തന്നെ എൻ്റെ രണ്ട് ഫേവറേറ്റ് ആക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന് ലിയോനാർഡോ ഡികാപ്രിയോ, പിന്നെ ഷോൺ പെൻ. 21 ഗ്രാംസ് ഒക്കെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവീസാണ്. ഈ പടം നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ഐമാക്സ് തന്നെ കാണാൻ പോവുക. ആ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫീലിൽ കിട്ടും. മ്യൂസിക് ഒക്കെ നമ്മൾ ആ ഒരു ഇൻറ്റൻസ് മൂഡിലോട്ട് കൊണ്ടുപോകും. ക്ലൈമാക്സ് ആണ് എൻ്റെ മോനെ കസറൻ ക്ലൈമാക്സ്. ലാസ്റ്റിൽ ഒരു റോഡിൻ്റെ ഒക്കെ ഒരു ഷോട്ട് ഉണ്ട്. പേഷ്യൻസോട് ഇരുന്ന് കണ്ടാലേ നമുക്ക് ഈ പടം അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തുള്ളൂ. റേസിസത്തെക്കുറിച്ചും പിന്നെ നമ്മുടെ അമേരിക്കയിൽ ഇപ്പം നടക്കുന്ന ഇമിഗ്രേഷൻ പ്രോബ്ലംസ് ഒക്കെയാണ് മെയിനായിട്ട് സ്റ്റോറിയുടെ ആ ഒരു തീം. എൻ്റെ ഷോർട്ട് റിവ്യൂ ആണ്. കംപ്ലീറ്റ് റിവ്യൂ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ പോയി കാണുക. ഞാൻ ഈ പടത്തിന് 5 ഒരു 4 കൊടുക്കുന്നു ഫോർ ദ പെർഫോമൻസസ് ഓഫ് എവറി ആക്ടർ. ഷോൺ പെന്നൊക്കെ എൻ്റെ പൊന്നോ ലാസ്റ്റിൽ എന്നാ ഇൻറ്റൻസ് ഒരു ആൻറ്റഗണിസ്റ്റ് ആയിട്ടാണ്, പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചിലപ്പോഴൊക്കെ ഡാർക്ക് ഹ്യൂമർ ഉണ്ട് ഇടയ്ക്ക്. ഇറ്റ്സ് ലവ്ലി മാൻ. ലിയോനാർഡോ ഡികാപ്രിയോയുടെ പെർഫോമൻസ് ആണെങ്കിലും ഷോൺ പെൻ്റെ പെർഫോമൻസ് ആണെങ്കിലും രണ്ടു പേരും ഇൻറ്റൻസ് ആയിട്ടാണ് അഭിനയിച്ചേക്കുന്നത്. ഇതിനകത്തൊരു ലേസി ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ്, പക്ഷേ എന്നാലും മകളോടുള്ള ഒരു പാഷൻ അതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഷോൺ പെൻ ആണെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറാണ്. ഷോൺ പെന്നിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നും, ചിലപ്പോൾ ആ നടക്കുന്ന സ്റ്റൈലൊക്കെ കാണുമ്പോൾ ചിരിക്കും, ചില സമയത്ത് ഭയങ്കര വിക്കറ്റായിട്ട് തോന്നും. പക്ഷേ 18 വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും ആളുടെ ആ ഒരു ഫിസിക്കും മൈ ഗോഡ് ഹാറ്റ്സ് ഓഫ്. എനിക്കുള്ള ഡാർക്ക് സൈക്കോളജിക്കൽ ഇമോഷണൽ പിന്നെ അതേപോലെ തന്നെ ഇൻറ്റൻസ് ഡ്രാമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഹോളിവുഡ് ഡാർക്ക് ഇൻറ്റൻസ് സാധനങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ പടം എന്തായാലും പോയി കാണുക. പേഷ്യൻസോടിരുന്ന് കാണുക.